ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വചന വിചിന്തനം ആരംഭിക്കുമ്പം പരിശുദ്ധ അമ്മയോടൊപ്പം ആരംഭിക്കാം. അമ്മ നമ്മളെ സഹായിക്കും എപ്രകാരം വചനം മനസ്സിലാക്കണമെന്ന്. വചനത്തിലെ ഈശോയെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. ആ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ നടക്കുക. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ആത്മീയ പിതാക്കന്മാരൊക്കെ പറയും നമുക്കാവശ്യമുള്ള ഒരു വചനം ഈ വചനഗ്രന്ഥത്തിലുണ്ട്. അത് നമ്മൾ തേടിപ്പിടിക്കണം. അത് തേടിപ്പിടിക്കണമെങ്കിൽ നമ്മൾ വായിക്കണം. നമ്മൾ ഓരോ വചനം വായിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു വേളയാണ് നമ്മുടെ വചന ശുശ്രൂഷ, വചന വായന സമയം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വചനഭാഗം സമാന്തര സുവിശേഷങ്ങളിലെല്ലാമുള്ള ഒരു രോഗശാന്തിയെക്കുറിച്ചാണ്. അതായത് കൈ കുനിപ്പോയ ഒരുവനെ ഈശോ സുഖപ്പെടുത്തുന്നു. ഞാൻ എടുക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളാണ്. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വചനം. ആ വചനം സുപരിചിതമാകുന്നത് എങ്ങനെ? സാപത്തിൽ രോഗശാന്തി കൊടുക്കുകയാണ് ഈശോ. അവിടെ സിനഗോഗിൽ കൈ ശോഷിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയെ ഈശോ മുമ്പിലേക്ക് വിളിച്ച് അവനെ സുഖപ്പെടുത്തുന്നതാണ്. ഈ കൈ ശോഷിച്ച മനുഷ്യനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ വചനം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അവർ അവനെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. ഒരു സൗഖ്യ ശുശ്രൂഷ കൊടുത്തു കഴിയുമ്പോൾ ഈ നശിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത്? നമുക്കറിയാം, സാപത്തിലാണ് ഈ രോഗശാന്തി സംഭവിക്കുന്നത്. നമ്മൾ ഈ രോഗസൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം കൈ ശോഷിച്ച മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുമ്പം ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് സാപത്തിലാണ് സംഭവിക്കുന്നത്. അതോടൊപ്പം പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-13 അധ്യായങ്ങൾ നമ്മളൊന്ന് ഇതോടൊപ്പം ചേർന്ന് വായിക്കേണ്ട ഒരു കാര്യമാണ്. കൈ ശോഷിക്കുക എന്ന് പറയുമ്പോൾ യഹൂദന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണ്? അവിടെ നമ്മൾ കാണുന്നത് റെഹോബോഹാം, അതായത് സോളമൻ രാജാവിൻ്റെ മകൻ ഭരിക്കുന്ന സമയം, ഇസ്രായേൽ ജനതയെ ഭരിക്കുന്ന സമയം. അപ്പോഴാണ് രാജ്യം വിഭജിക്കപ്പെടുകയാണ്. അതായത് 10 ട്രൈബും 2 ട്രൈബുമായി തിരിയുകയാണ്. അപ്പോൾ ഈ റെഹോബോഹാമിൻ്റെ കാലത്താണ് അത് സംഭവിക്കുന്നത്. ഈ റെഹോബോഹാം ജനങ്ങളെ ഒരുപാട് കരം പിരിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങി. അത് അവർക്ക് ഒരുപാട് വേദനയുണ്ടാക്കി, കഷ്ടപ്പാടുകൾ ഉണ്ടാക്കി. അപ്പോൾ അവർ ഈ രാജാവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത്രയും കരം തരാൻ പറ്റില്ല, ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റെഹോബോവാം വീണ്ടും കരം വർദ്ധിപ്പിക്കുക, അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുക. അപ്പോഴാണ് ഈ സോളമൻ രാജാവിൻ്റെ കാലത്ത് ഭരിച്ചിരുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ആ നാട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജെറോബോവാം. ജെറോബോവാം സോളമൻ്റെ കാലത്ത് രാജ്യം വിട്ടുപോയൊരു വ്യക്തിയാണ്. ഈ ജെറോബോവാം തിരിച്ചു വന്ന് ഈ അസംതൃപ്തരായ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരുടെ രാജാവായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ 10 ട്രൈബ് ജെറോബോവാമിൻ്റെ കീഴിലും 2 ട്രൈബ് റഹോബോഹാമിൻ്റെ കീഴിലും ആവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ദിനചര്യയുണ്ട്. ദിനചര്യ എന്നല്ല നമുക്ക് പറയുന്ന, അവരുടെ ഒരു കടമയാണ് എല്ലാ വർഷവും 3 പ്രാവശ്യം ജെറൂസലം ദേവാലയത്തിൽ പോയി ആരാധന കൊടുക്കണം. അതൊരു യഹൂദൻ്റെ ജീവിതത്തിലെ ഒരു വർഷത്തിലെ ക്രമമാണ്. ഒരു യഹൂദനാണോ പോയിരിക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഈ 3 തവണ ഈ ജനങ്ങൾ ജെറൂസലം ദേവാലയത്തിൽ പോയി ആരാധന കൊടുക്കണം. ജെറോബോവാം ചിന്തിച്ച ഒരു കാര്യമുണ്ട്. തൻ്റെ ജനം ഈ ജെറൂസലം പോകുന്നത്, അത് ജെറൂസലം റഹോബോവാമിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ജെറോബോവാം ചിന്തിച്ച ഒരു കാര്യമുണ്ട്. തൻ്റെ ജനത
ഈ റഹോബോവാമിൻ്റെ കീഴിലുള്ള ജെറൂസലം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഹൃദയം റഹോബോവാമിലേക്ക് തിരിഞ്ഞ് അവർ ജെറോബോവാമിൽ നിന്ന് വിട്ട് റഹോബോവാമിലേക്ക് പോകാൻ ഒരു സാധ്യത ഈ ജെറോബോവാം കണ്ടു. ആ വചനഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ 25 മുതലുള്ള കാര്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ: ഈ ജനം ജെറൂസലമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലികൾ അർപ്പിക്കാൻ കയറി ചെന്നാൽ അവരുടെ നാഥനായ യൂദാ രാജാവ് റഹോബോവാമിലേക്ക് ഈ ജനത്തിൻ്റെ ഹൃദയം തിരിയുകയും അവർ എന്നെ വധിച്ചിട്ട് യൂദാ രാജാവ് റഹോബോവാമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെ ജെറോബോവാം ഭയപ്പെട്ടു. അപ്പം അതുകൊണ്ട് ജെറോബോവാം എന്താണ് ചെയ്തത്? ജെറോബോവാം ചെയ്തൊരു കാര്യമുണ്ട്. രാജാവ് കൂടിയാലോചന നടത്തിയിട്ട് സ്വർണത്തിൻ്റെ 2 കാളക്കുട്ടികളെ ഉണ്ടാക്കി. അവൻ അവരോട് പറഞ്ഞു, ജെറൂസലമിലേക്കുള്ള ആരോഹണങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിലേറെയായി. ഇസ്രായേലെ, ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദേവന്മാർ ഇതാ. ഈ കാളക്കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഈ ജെറോബോവാം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ജെറൂസലമിലേക്ക് പോയി, അത് മതി. നിങ്ങളെ ഈജിപ്ത് ദേശത്തു നിന്നും മോചിച്ചു കൊണ്ടുവന്ന ദേവന്മാർ ഈ കാളക്കുട്ടികളാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ഒന്ന് ബഥേലിൽ പ്രതിഷ്ഠിച്ചു, മറ്റൊന്ന് ദാനിലും സ്ഥാപിച്ചു. അതായത് 2 അമ്പലം ഉണ്ടാക്കി അവിടെ 2 കാളക്കുട്ടികൾ ദേവന്മാരെ സ്ഥാപിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ ആരാധിച്ചാൽ മതി. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാം ഈ ബഥേലിനെതിരെ ഒരു പ്രവചനമാണ്. ഈ 13-ാം അധ്യായത്തിൽ ഒരു ദൈവപുരുഷൻ കടന്നു വരികയാണ്. ഈ ദൈവപുരുഷൻ കടന്നു വന്ന് ജെറോബോവാമിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജെറോബോവാം ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. ഈ ദൈവപുരുഷൻ വന്ന് ജെറോബോവാമിനോട് പറയുമ്പോൾ ജെറോബോവാം ബലിപീഠത്തിങ്കൽ ധൂപമർപ്പിക്കാൻ നിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദൈവപുരുഷൻ വന്ന് പറയുന്നത് കേട്ടപ്പോൾ ഈ അർപ്പിക്കാൻ നിൽക്കുന്ന ജെറോബോവാം എന്ത് ചെയ്തു? കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യനെ പിടിക്കുക. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ബഥേലിൽ ബലിപീഠത്തിനു നേരെ ദൈവപുരുഷൻ വിളിച്ചു പറഞ്ഞത് ജെറോബോവാം രാജാവ് കേട്ടപ്പോൾ തൻ്റെ കൈ ബലിപീഠത്തിൽ നിന്ന് നീട്ടി ഇപ്രകാരം പറഞ്ഞു, അയാളെ പിടിക്കുക. അയാൾക്കെതിരെ നീട്ടിയ അവൻ്റെ കരം മരവിച്ചുപോയി. അതെ, ആ ദൈവപുരുഷനെതിരെ കൈ നീട്ടിയപ്പോൾ അവൻ്റെ കരം മരവിച്ചുപോയി. അതായത് കൈ ശോഷിച്ചു പോയി. ആ കൈ പിന്നെ അവന് മടക്കാൻ പറ്റുന്നില്ല. കൈ ശോഷിച്ചു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എപ്പോഴാണ് അവൻ്റെ കൈ ശോഷിച്ചു പോയത്? യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കാതെ ബാൽ ദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് യഥാർത്ഥ ദൈവാരാധന മറന്നപ്പോൾ, അതൊരു ദൈവപുരുഷൻ ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തപ്പോൾ, അത് മനസ്സിലാക്കാതിരുന്നപ്പോൾ അവൻ്റെ കൈ മരവിച്ചുപോയി. ഈ ഒരു സംഭവം യൂദയ അല്ലെങ്കിൽ ജെറൂസലേം അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ മനസ്സിലുണ്ട്. അപ്പൊ ഈ കൈ ശോഷിച്ച മനുഷ്യനെ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഈ ജെറോബോവാമിനെ വരും. കാര്യം അവൻ്റെ കൈ മരവിച്ചുപോയി. പിന്നീട് നമുക്കറിയാം ജെറോബോവാം പ്രാർത്ഥിച്ചു. അങ്ങനെ യഥാർത്ഥ ദൈവാരാധനയിലേക്ക് വരുമ്പം ആ കൈ ശരിയാകുന്നതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ പഴയ നിയമ പശ്ചാത്തലവും ഈ കൈ ശോഷിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോഴുമുള്ള ഒരു സാമ്യം എന്താണ്? അല്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഈശോ ഈ സൗഖ്യം കൊടുക്കുന്നത് എവിടെ വെച്ചാ? ഗലീലിയയിൽ വെച്ചാണ്. ഗലീലിയയിൽ വെച്ച്, അതായത് ഗലീലിയയിലെ സിനഗോഗിൽ വെച്ചാണ് ഈശോ കൈ ശോഷിച്ച മകന് സൗഖ്യം കൊടുക്കുന്നത്. ഈ ഗലീലിയ എവിടെയാണ്? അത് ജെറൂസലം കിങ്ഡത്തിലാണ്. ജെറൂസലത്തിന്റെ കീഴിലാണ് ഈ ഗലീലിയ വരുന്നത്. ഇന്ന് അവരുടെ ഇത് വരും. അത് കാരണം ഈ ജെറോബോവാം തെറ്റ് ചെയ്തു, ദൈവാരാധന മറന്നു, ദൈവത്തെ മറന്നു. പിന്നീട് നമുക്ക് കാണാം അസീറിയക്കാർ വന്ന് ഈ ജെറോബോവാമിനെ നശിപ്പിക്കുകയാണ്. ഈ 10 ട്രൈബ്സും അതോടുകൂടി നശിഞ്ഞു പോവുകയാണ്. ഈ അസീറിയ വന്ന് ജെറോബോവാമിൻ്റെ കൂടെയുള്ള എല്ലാ കൂട്ടാളികളെയും പിടിച്ചുകൊണ്ടു പോകുന്നു. പിന്നീട് നമുക്കറിയാം ഇങ്ങനെയൊരു 10 ട്രൈബിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അവരെവിടെയാണ്, എന്താണ്, ഒന്നും അറിയില്ല. അവർ നശിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലം ഈ ജനതയുടെ മനസ്സിലുണ്ട്. ഈശോ ഈ ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അവരുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ, യഹൂദരുടെ എല്ലാവരുടെയും മനസ്സിലറിയാം ഈ ജെറോബോവാമിൻ്റെ കീഴിലുണ്ടായിരുന്ന 10 ട്രൈബ് ഇന്ന് നിലനിൽക്കുന്നില്ല.
അപ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ സൗഖ്യത്തിൻ്റെ പുറകിൽ. അപ്പോൾ ഈശോ നിൽക്കുന്നത് എവിടെയാണ്? ഗലീലിയിൽ, അതായത് ജെറൂസലേം കിങ്ഡത്തിലാണ് ഈ ഗലീലിയ. അവിടെ നിൽക്കുമ്പോൾ ഈ കൈ ശോഷിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നശിഞ്ഞുപോയ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഒരു അറിവുമില്ല ഈ ജെറോബോവാമിൻ്റെ കീഴെ ഉണ്ടായിരുന്ന 10 ട്രൈബ് എവിടെയാണ്? ആ നശിഞ്ഞു പോയവരെ പുനരുദ്ധരിക്കാൻ വന്നവനാണ് ഞാൻ. അതായത് കൈ ശോഷിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോൾ അവൻ പറയുന്നത്, ഇതുപോലെ നശിഞ്ഞു പോയ ഒരു സമൂഹമുണ്ട് ഈ ഇസ്രായേൽ ജനതയിൽ, ഒരു 10 സമൂഹങ്ങൾ. ഈ 10 സമൂഹങ്ങളെ പുനരുദ്ധരിക്കാൻ വന്നവനാണ് ഞാൻ. ഈ 12 അപ്പസ്തോലന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ 12 നമുക്കറിയാം, 12 അപ്പസ്തോലന്മാർ 12 രാജ്യങ്ങളുടെയും തലവന്മാരാവേണ്ടതാണ്. ഇതൊക്കെ നമുക്കറിയാം വചനം. അപ്പൊ ഈ 12 രാജ്യങ്ങളെയും പുനഃസ്ഥാപിക്കാൻ വന്നവനാണ് ഞാൻ എന്നവൻ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഈ കൈ ശോഷിച്ച മനുഷ്യനും പിന്നീട് അവനിത് സൗഖ്യം നൽകുന്നത് എവിടെയാണെന്നും ഇതെല്ലാം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഒന്ന്, ചിലപ്പോൾ നമ്മുടെ കൈ ശോഷിച്ചിരിക്കുകയായിരിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലുമൊക്കെ കൈ ശോഷിച്ചിരിക്കുകയായിരിക്കും. കൈ ശോഷിച്ചു എന്ന് പറയുമ്പം നമുക്ക് ചിലപ്പോൾ കാണാനൊന്നും പറ്റില്ല കേട്ടോ, മനസ്സ് ശോഷിച്ചാലും മതി. എപ്പോഴാണ് യഥാർത്ഥത്തിൽ കൈ ശോഷിക്കുന്നത് അല്ലെങ്കിൽ കൈ മരവിച്ചു പോകുന്നത്? യഥാർത്ഥ ദൈവാരാധന മറന്നാൽ നമ്മുടെ കൈ ശോഷിക്കും. ഇന്ന് നമ്മിൽ പലരും ചിലപ്പോൾ ചില പാപങ്ങൾക്ക് അടിമയായിരിക്കാം, ചില തകർച്ചകളിലൂടെ കടന്നു പോവുകയായിരിക്കാം, വേദനകളിലൂടെ കടന്നു പോവുകയായിരിക്കാം, നിരാശയായിരിക്കാം, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലായിരിക്കാം, കുടുംബത്തിൽ അസമാധാനം, അസ്വസ്ഥത, ഇങ്ങനെ ഒരു സ്ഥിതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മുടെ കൈ ശോഷിച്ചതിന് തുല്യമാണത്. അതിന് കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ദൈവാരാധന കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇത് സാബത്ത് ദിവസമാണ് ഇവിടെ ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത്. സാബത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത് ദൈവത്തിൻ്റെ ദിവസം, നമുക്കറിയാം ഞായറാഴ്ച ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ദിവസം. ഈ സാബത്തിനെ ഈശോ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. ഈ സാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവത്തിന് കൊടുക്കേണ്ട ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമാണ്, വേദന, അതായത് സമാധാനമില്ല, ഒരു രീതിയിലും എനിക്ക് ശാന്തതയില്ല, എപ്പോഴും നിരാശ മാത്രം, വേദനകളൊക്കെ ഉണ്ടാവും. നമ്മൾ നോക്കിക്കോ, ചില വ്യക്തികളുടെ അടുത്ത് നോക്കിക്കോ, വേദനകളാണ്. പക്ഷെ ആ വേദനകൾക്ക് നടുവിലും സമാധാനവും ശാന്തതയും ഉള്ളവരുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേരും അങ്ങനെയല്ല. ജീവിതത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകാം. അതിനൊരു കാരണം നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട യഥാർത്ഥ ദൈവാരാധന കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. പഴയ നിയമ ഭാഷയിൽ പറയുമ്പോൾ സാബത്ത് ആചരിക്കുന്നത് എങ്ങനെ? അപ്പം നമ്മൾ ഇന്നത്തെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ദിനം ഞാൻ എങ്ങനെ ആരാധിക്കും, ദൈവത്തിൻ്റെ ദിനം ഞാൻ എപ്രകാരം ആചരിക്കുന്നു, അത് ദൈവത്തിന് ഞാൻ കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഞാൻ കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് ഞാൻ കൊടുക്കേണ്ട ആരാധന കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് യൂറോപ്പിൽ വിശ്വാസം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് ബെനഡിക്റ്റ് മാർപ്പാപ്പ യഥാർത്ഥത്തിൽ പ്രവചിച്ച ഒരു കാര്യമാണ്. വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിൽ വിശ്വാസമാന്യം സംഭവിക്കും. അതെന്തുകൊണ്ടാണ്? അപ്പം ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാ, ഇന്ന് യൂറോപ്പിൽ വിശ്വാസം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം 1960കളിലും 70കളിലും അവിടുത്തെ ജനത വിശുദ്ധി കൂടാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് കൊണ്ടാണ്. അതായത് വിശുദ്ധ കുർബാനയെ അത് ആഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട ബഹുമാനം കൊടുക്കാതെ ഒരു കടമ നിർവഹിക്കുന്ന എന്ന രീതിയിൽ വെറും ഞായറാഴ്ച ദിനാചരണം മാത്രമാക്കി വിശുദ്ധിയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് അവിടെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ കുടുംബത്തിലും ഇന്ന് അതുപോലെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ, തകർച്ചകൾ മാത്രം, നിരാശ മാത്രം ആണെങ്കിൽ എൻ്റെ ഞായറാഴ്ച ദിവ്യബലി അർപ്പണം എപ്രകാരമാണ്? ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഞാൻ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നിരാശയായിരിക്കും. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം,
ആലപ്പുഴ ജില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ആ ആക്സിഡന്റ് അമേരിക്കയിൽ നിന്നൊരു കുടുംബമാണ്. ആ കുടുംബം ഭാര്യ ഭർത്താവ് 2 ചെറിയ കുട്ടികളാണ്. അത് പത്രത്തിലൊക്കെ വന്ന വാർത്തയാണ്. അപ്പം ആലപ്പുഴ ആ ഹൈവേയിൽ വെച്ച് ഇവർ ഇന്നോവ കാറിൽ സഞ്ചരിക്കുമ്പം ആക്സിഡന്റ് വന്നു. ഒരു കുഞ്ഞ് ഓൺ ദ സ്പോട്ട് മരിച്ചുപോയി. രണ്ടാമത്തെ കുഞ്ഞ് അടുത്തുള്ള പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടി. അത്യാവശ്യം അവന് ബോധമെല്ലാം വെച്ച് ഏകദേശം 1 മാസത്തോളം അവിടെ ചികിത്സ കഴിഞ്ഞപ്പം വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആള് രക്ഷപ്പെട്ടു എന്നൊക്കെ ആയപ്പോൾ ഇവർ ഈ കുഞ്ഞിനെയും കൊണ്ട് അമേരിക്കയ്ക്ക് പോവുകയാണ് ചികിത്സിക്കാൻ. തുടർ ചികിത്സ. അവർ അമേരിക്കയിലുള്ളവരാണ്. അവിടെ ചെന്നു തുടർ ചികിത്സകൾ കൊടുക്കുന്നു. പക്ഷേ ഈ കുഞ്ഞ് പൂർണ്ണമായി നോർമൽ ആവുന്നില്ല. ഈ ആക്സിഡൻറ്റിന് പല പ്രശ്നങ്ങളുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പരിചയമുള്ള ഒരു അച്ഛൻ അവിടെ ധ്യാനിപ്പിക്കാൻ ചെല്ലുകയാണ്. ആ അച്ഛൻ അവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബം അവിടെ വന്നിട്ടുണ്ട്. ഈ കുടുംബം വലിയ വേദനയിലൂടെയാണ്. ഒരു കുഞ്ഞ് മരിച്ചു, മറ്റേ കുഞ്ഞ് ഈ സ്ഥിതിയിൽ. അങ്ങനെ ഈ അച്ഛൻ ഇവരോട് സംസാരിച്ചപ്പം അമ്മ അവരോട് പങ്കുവെച്ച്, ഈ അച്ഛനോട് പങ്കുവെച്ചൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛാ, ഒരു പരാതിയും എനിക്ക് പറയാനില്ല. തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. കാരണം ഞായറാഴ്ച പോലും ഞങ്ങൾ പള്ളിയിൽ പോകാറില്ല. ജോലി ചെയ്ത് കാശുണ്ടാക്കുക എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വേദനയും അശാന്തതയും അസമാധാനവും മാത്രമാണ്. കാരണം ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. ഒരിക്കലും ദൈവം അവരെ ശിക്ഷിച്ചതല്ല കേട്ടോ, ഒരിക്കലുമല്ല. പക്ഷെ അവരുടെ ഇടയിലേക്ക് ഒരു വേദന വന്നപ്പം അവർക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നില്ല, ശാന്തത കണ്ടെത്താൻ പറ്റുന്നില്ല, ഇന്ന് സമാധാനം കണ്ടെത്താൻ പറ്റുന്നില്ല. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തില്ലയോ എന്നൊരു വിഷമമാണ്. ഇതുപോലെ വിഷമിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ദൈവം കരുണയുള്ളവനാണ്. അവൻ കരുണ കാണിച്ചിരിക്കുകയാണ് ഈ മനുഷ്യനോട്, കൈ സൂക്ഷിച്ച മനുഷ്യനോട്. സാബത്ത് ദിവസമാണ് അവൻ കരുണ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് സാബത്തിൻ്റെയും കർത്താവാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വേദനകളാണ്, അസ്വസ്ഥതകളാണെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം വേണോ, സമാധാനം വേണോ, ശാന്തത വേണോ, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഒന്ന് കൊടുക്കുക. ഒന്ന് വിലയിരുത്ത്. എൻ്റെ ഞായറാഴ്ച ദിവ്യബലി അർപ്പണം എപ്രകാരമാണ്? വേണ്ട വിശ്വസ്തയോടെ വിശുദ്ധിയോടുകൂടിയാണോ ഞാൻ ദിവ്യബലി അർപ്പിക്കുന്നത്? ഞാൻ വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ വിശുദ്ധ ബലി അർപ്പിച്ചാൽ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അസമാധാനവും അസ്വസ്ഥതയും അശാന്തതയുമാണെങ്കിൽ ജീവിതത്തിൽ ശാന്തത ലഭിക്കും, സമാധാനം ലഭിക്കും. എനിക്കറിയാം. എനിക്കൊരു ഉദാഹരണം പറയാനുള്ളത്, ഞാൻ മിനിസ്ട്രിക്ക് പോയിരുന്ന ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ ഒരു ദമ്പതികൾ, യുവദമ്പതികളാണ്. അവർക്ക് 2 വയസ്സുള്ള ഒരു കുഞ്ഞേ ഉള്ളൂ. ആ ദമ്പതികൾ ആ പള്ളിയിൽ വിശുദ്ധ ബലി അർപ്പിക്കാനായി വന്നു. അവർ വിശുദ്ധ ബലി അർപ്പിക്കാനായി വരുമ്പോൾ അത് ആ സഹോദരിയുടെ ഇടവകയാണ്. അപ്പം ഇവർ ആ പള്ളിയിൽ വരുമ്പോൾ ഒരു കാര്യം തീരുമാനിച്ചാണ് വരുന്നത്. ഭാര്യയെ, അതായത് ആ സഹോദരിയെ വീട്ടിൽ നിർത്തിയിട്ട് പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. വീട്ടിൽ നിർത്തുക, പതുക്കെ ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്ന് അവർ തീരുമാനിച്ചുറച്ചിട്ടാണ് അന്ന് ദിവ്യബലിക്ക് അവർ വരുന്നത്. അപ്പോൾ ആ ദിവ്യബലിക്ക് ഞാനൊരു ഡീക്കനായിരുന്നു. അന്ന് ഞാനൊരു പ്രസംഗം പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ വിശ്വസ്തയോടെ വിശുദ്ധിയോടുകൂടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് കുടുംബത്തിൽ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അസമാധാനമാണ്, അശാന്തതയാണെങ്കിൽ അതിന് കാരണം നിങ്ങൾ ഞായറാഴ്ച ദിവ്യബലി അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അർപ്പിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പലർക്കും ഭാഷ മനസ്സിലാക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ ദിവ്യബലി അർപ്പിക്കുന്നതിലെ പോരായ്മയാണ്. ഇവരിത് കേട്ട് കഴിഞ്ഞപ്പം ഇവർ തീരുമാനിച്ചു, എല്ലാ ദിവസവും ഇവർക്ക് 2 പേർക്കും ജോലിയുണ്ട്, ഒരു കുഞ്ഞുമുണ്ട്. ഇവർ തീരുമാനിച്ചു നമുക്കൊരു പരീക്ഷണം കൂടി നടത്താം. ആ പരീക്ഷണം ഇപ്രകാരമാണ്: എല്ലാ ദിവസവും നമ്മളിൽ ഒരാൾ പള്ളിയിൽ പോകും. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് 2 പേർക്കും ചിലപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റില്ല. എല്ലാ ദിവസവും ഒരാൾ പള്ളിയിൽ പോവുക, ഞായറാഴ്ച ഒരുമിച്ച് ദിവ്യബലി അർപ്പിക്കുക. അവരന്ന് മുതൽ അത് ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പം ഈ കുടുംബം വീണ്ടും അതേ പള്ളിയിൽ വന്നു. ദിവ്യബലി അർപ്പിക്കുമ്പോൾ കഴിഞ്ഞ് ഇവരെന്നെ വന്ന് കണ്ടു. എന്നിട്ട് ചോദിച്ചു, ഡീക്കൻ 1 മാസം മുമ്പ് ഒരു പ്രസംഗം നടത്തി, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവർ പറയുക, ഒരു കഥ പറഞ്ഞു, ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യണമെന്ന് തീരുമാനിച്ചാണ് വന്നത്. പക്ഷേ അന്ന് തീരുമാനിച്ചു ഞങ്ങൾ ദിവ്യബലി അർപ്പിക്കാം, ഒരു പരീക്ഷണം നടത്താം. ആ പരീക്ഷണം നടത്തി. ഇന്ന് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇവളല്ലാതെ വേറൊരാൾക്കും എൻ്റെ ജീവിതത്തിൽ പറ്റില്ല. ഇവൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഞാനല്ലാതെ വേറൊരാൾക്കും ഇവളുടെ ജീവിതത്തിലും പറ്റില്ല. ഇന്ന് മനോഹരമായൊരു കുടുംബജീവിതം അവർ നയിക്കുകയാണ്.
അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഭാഷകൾ മനസ്സിലാകുന്നില്ലെങ്കിൽ, കുടുംബത്തിൽ അസ്വസ്ഥതകളാണെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: എൻ്റെ ഞായറാഴ്ച ദിവ്യബലി അർപ്പണം എപ്രകാരമാണ്? വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ ഞാൻ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഇറങ്ങി വരും. ഈശോയ്ക്ക് വരാതിരിക്കാൻ സാധിക്കുകയില്ല. കാര്യം അവൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാനാണ് ജീവന്റെ അപ്പം. ആ ജീവന്റെ അപ്പം ഇറങ്ങി വരുന്നിടത്ത്, അതായത് സ്വർഗം ഇറങ്ങി വരുന്ന സമയമാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ വിശുദ്ധിയോടെ നമ്മുടെ വേദനകൾ പങ്കുവച്ചാൽ അവനത് കേൾക്കും. അവനത് കേൾക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക: എൻ്റെ ഞായറാഴ്ച ദിവ്യബലി അർപ്പണം എപ്രകാരമാണ്? കൈ ശോഷിച്ചിരിക്കുകയാണെങ്കിൽ, അതായത് എൻ്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണെങ്കിൽ, വേദനകൾ, നിരാശ, ആത്മഹത്യാ ചിന്ത, നമ്മളെപ്പോഴും പറയും സ്ട്രെസ്സാണ്, ഇങ്ങനെ ഈ വക നെഗറ്റീവായ കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നതെങ്കിൽ ഞാനൊന്ന് ചിന്തിക്കണം, എൻ്റെ ദിവ്യബലി അർപ്പണം എപ്രകാരമാണ്? ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുക. സാപത്തിലാണ് ഇവിടെ ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും നിരവധിയായ അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിരവധിയായ കൃപകൾ ചൊരിയപ്പെടുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും ആ കൃപകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ വിശ്വസ്തയോടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ബലിയർപ്പിക്കണം, വിശുദ്ധിയോടെ ബലിയർപ്പിക്കണം. സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ബലിയർപ്പിക്കേണ്ടത് എപ്രകാരമാണ്? പൂർണ്ണവും സജീവവുമായിരിക്കണം. അതായത് വിശുദ്ധ കുർബാന മുഴുവൻ കാണണം. ആരംഭഗാനം മുതൽ അവസാനത്തെ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി എന്ന പ്രാർത്ഥന വരെ പൂർണ്ണമായി നമ്മൾ വിശുദ്ധ ബലി കാണണം, വിശുദ്ധ ബലി അർപ്പിക്കണം. അതാണ് പൂർണ്ണം. സജീവം എന്ന് പറയുമ്പോൾ എന്താ? എൻ്റെ ശരീരം മാത്രം അവിടെ ഉണ്ടായാൽ പോരാ, മനസ്സും ഹൃദയവും അവിടെ ഉണ്ടാകണം. ഒച്ചയ്ക്ക് പാട്ടുപാടി പ്രാർത്ഥനകൾ ചൊല്ലി അതിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആദ്യമേ ചിന്തിക്കേണ്ടത് ഇതാണ്: എൻ്റെ ദിവ്യബലി അർപ്പണം എപ്രകാരമാണ്? ആ അസ്വസ്ഥതകൾ ദിവ്യബലിയിൽ സമർപ്പിക്കുക. നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ വിശുദ്ധ ബലി അർപ്പിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. ആ വിശുദ്ധ കുർബാനയെ വേണ്ട ഭക്തിയോടെ അർപ്പിക്കുവാനും ഈശോയെ സ്വീകരിക്കുവാനും അതുവഴി ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനും പിതാവേ എന്നെ അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ അസ്വസ്ഥതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നിമിഷം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സൗഖ്യപ്പെടുത്തണമേ, അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളിലേക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും ഇറങ്ങി അവരെ ശക്തിപ്പെടുത്തണമേ. അവരുടെ മനസ്സിൽ ബുദ്ധി പ്രകാശം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കണമേ. പരിശുദ്ധ അമ്മേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.